ശ്രീ സതീഷ് ഗോപി, ഇത് ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. തീർച്ചയായും ഇതൊരു സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ്. ഇവിടെ എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യം പിന്നീട് ശ്രീ ഉണ്ണികൃഷ്ണൻ, എന്തുകൊണ്ട് കൊച്ചുവേളി ഫോക്കസ് ചെയ്യുന്നില്ല? കൊച്ചുവേളി ഇവിടെ വിഷയമേ അല്ല. ഇവിടെ നമ്മളെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ആമയഴിഞ്ചാൻ തോട്ടിൽ കൂടെ വരുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യം, അത് ഇപ്പോൾ ഉണ്ടാക്കിയ മരണം, അത് റെയിൽവേയുമായിട്ട് വരുന്ന ഇപ്പോഴത്തെ ആ ഒരു പ്രസൻറ്റ് സ്റ്റേജിലുള്ള ഒരു എന്താ പറയുന്ന ഒരു വാഗ്വാദങ്ങൾ, അതിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കൊച്ചുവേളിയിൽ പോയി അത് നോക്കാത്തെന്തെന്ന് ചോദിച്ചാൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറയും. ഇപ്പോൾ കേരളത്തിൽ എത്രയോ സ്ഥലത്ത് മാലിന്യ കൂമ്പാരമുണ്ട്. അത് നമുക്കിവിടെ പറയേണ്ട കാര്യം. ഇപ്പോൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ വിഷയത്തിൽ നിന്നുകൊണ്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഓപ്പറേഷൻ അനന്ത നടന്നപ്പോൾ 36 ലക്ഷം രൂപ നമ്മുടെ പിന്നീട് റെയിൽവേ ഓപ്പറേഷൻ അനന്തയ്ക്ക് വേണ്ടി കൊടുത്തു. ആ ചിലവ് ആര് വഹിക്കും എന്ന് ചോദിച്ചപ്പോൾ റെയിൽവേ തന്നെ വഹിക്കണമെന്ന് അന്നത്തെ കളക്ടർ പറയുകയും 36 ലക്ഷം രൂപ കൊടുക്കുകയും ഈ ടണലിനകത്ത് നിന്ന് 700 ലോഡ് വേസ്റ്റ് എടുക്കുകയും ചെയ്തു. 700 ലോഡ് മണ്ണും ചെളിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അന്ന് പറഞ്ഞ എന്താണ്, ഈ ഒഴുകിയെത്തുന്ന സാധനം ഇവിടെ ഇതിനകത്ത് വന്ന് സെറ്റിൽ ചെയ്യുകയാണ്. ആ സെറ്റിൽ ചെയ്യുന്നതുകൊണ്ടാണ്, ഇത് ഉറച്ചു പോകുന്നതുകൊണ്ടാണ് എടുക്കാൻ കഴിയാത്തത്. മറിച്ച് ഞാൻ റെയിൽവേയെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അവരെ വെള്ളപൂശാൻ ശ്രമിക്കുകയോ ഒന്നുമില്ല. തെറ്റെവിടെ കണ്ടാലും തെറ്റാണെന്ന് എന്നെ സമ്മതിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ ഇതിനകത്ത് നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് പറയും. ഒരു എഞ്ചിനീയറിംഗ് വ്യൂവിലൂടെ മാത്രമേ ഞാനിത് കാണുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്ന് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം, അന്ന് അതെടുത്തതിന് ശേഷം തമ്പാനൂരിലെ ഒരു 6-7 വർഷം വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ മഴയത്ത് പോലും തമ്പാനൂര് മുട്ടളവ് വെള്ളം വരുന്നതാണ്. അപ്പോൾ അതുണ്ടായിട്ടില്ല. പകരം ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ ഇത്രയും ഒക്കെ ആയി, ചവറൊക്കെ നമുക്ക് പിന്നീട് ഒരു കാരണവശാലും ഇതിലൊന്നും ചവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമുക്ക് ചെയ്യണം. ഇതിൽ ഓരോ സ്ഥലത്തും സ്ക്രീൻ വയ്ക്കണം. അറ്റ്ലീസ്റ്റ് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 500 മീറ്ററിൻ്റെ ഇടയ്ക്ക് സ്ക്രീൻ വയ്ക്കണം. ആ സ്ക്രീൻ വയ്ക്കുമ്പോഴത്തേക്കും എവിടെയാണ്, ഏത് സോഴ്സിലാണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം വരുന്നത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റെഗുലറായിട്ട് എടുത്ത് മാറ്റണം. അത് മാത്രമല്ല, ഇതെല്ലാം ക്യാമറ സംവിധാനം വഴി കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കൊണ്ടിടുന്ന ആരാണ് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അതിന് ആ കൊണ്ടിടുന്ന ആൾക്കാരെ കൃത്യമായി ഫൈൻ ചെയ്യാനും അതുപോലെയുള്ള ഈ എന്താ പറയുന്നത് പിന്നീട് ഇത് മാനേജ് ചെയ്യാനുള്ള, ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അതോറിറ്റീസ്, അതേപോലെ ഫൈൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തി വലിയ ഫൈൻ ഇമ്പോസ് ചെയ്യണം. ചെറിയ തുകയാകരുത്, 5-10 രൂപയാകരുത്, വലിയ തുക ഫൈൻ ഇമ്പോസ് ചെയ്ത് ജനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് വേസ്റ്റ് ഇടാത്ത രീതിയിലാക്കണം. അങ്ങനെ ആക്കുമ്പോൾ ജനങ്ങളുടെ പക്കൽ ഉണ്ടാകുന്ന വേസ്റ്റ് അത് കൃത്യമായിട്ട് കളക്ഷൻ വേണം. അത് കൃത്യമായിട്ട് എന്താ പറയുന്നത്, ആ മാലിന്യ നീക്കം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സംവിധാനം വേണം. അജൈവ മാലിന്യങ്ങൾ ഇതിനകത്ത് കൊണ്ട് തിരികെ തള്ളാതിരിക്കാനുള്ള നമ്മുടെ ഒരു ആർജവം ഉണ്ടാവണം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു സൂപ്പർവിഷൻ ഉണ്ടാവണം, ബന്ധപ്പെട്ട അധികാരികൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളെപ്പോഴും സമീപ രീതിയിലുകൊണ്ട് ഞാൻ ഇടപെടുന്നു.